ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനിമൽ കിങ്ഡത്തിലെ നെക്സ്റ്റ് ഫൈലമായിട്ടുള്ള ഫൈലം ടീനോഫോറയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടീനോഫോഴ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ടീനോഫോഴ്സ് എന്ന് പറയുന്നത് ഓൾസോ കാൾഡ് കോംബ് ജെല്ലീസ് എന്നാണ് ടീനോഫോഴ്സിനെ വിളിക്കുന്നത്. ഇവർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആനിമൽസ് ആണ്, അതായത് ഇവർ സീ വാട്ടറിലാണ് കാണപ്പെടുന്നത്. ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആൻഡ് ജലാറ്റിനസ് ആയിരിക്കും. ഫ്രീ സ്വിമ്മിങ് ആനിമൽസ് ആയിരിക്കും. ഓക്കെ, ഇവരുടെ ബോഡി സിമട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമട്രി ആണ് ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡിപ്ലോബ്ലാസ്റ്റിക് നേച്ചർ ആയിരിക്കും. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവർ കാണിക്കുന്നത്. അപ്പം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇവരെ വിളിക്കുന്ന പേരാണ് കോംബ് ജെല്ലീസ് എന്ന് പറയുന്നത്. ഇവരുടെ ബോഡി സിമട്രി എന്ന് പറയുന്നത് റേഡിയൽ സിമട്രി ആയിരിക്കും. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത്. ബോഡി എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആൻഡ് ജലാറ്റിനസ് ആയിരിക്കും. ഫ്രീ സ്വിമ്മിങ് ആയിരിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ടീനോഫോഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിൽ പെടുന്നതാണ് 8 റോസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സിൽ പെടുന്നതാണ്. ഇവരുടെ ബോഡിയിൽ 8 റോസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് കാണപ്പെടുന്നു. ഈ കോംബ് പ്ലേറ്റ്സിൽ സീല ഉണ്ടായിരിക്കും. ഈ സീലയുടെ കോർഡിനേറ്റഡ് മൂവ്മെന്റ് വഴിയാണ് ടീനോഫോഴ്സ് വെള്ളത്തിൽ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ടീനോഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ 8 കോംബ് പ്ലേറ്റ്സ് എന്ന പോയിന്റ് നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ കോംബ് പ്ലേറ്റ്സ് ടീനോഫോഴ്സിൽ പ്രസന്റ് ആണ്. 8 റോസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് ആർ പ്രസന്റ്, മെയ്ഡ് അപ്പ് ഓഫ് സീലിയ, ഹെൽപ്പ് ഇൻ ലോക്കോമോഷന് ഇവ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറിൽ പെടുന്നതാണ് കോളോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്ന ഒരു സെൽസ് ടീനോഫോഴ്സിൽ പ്രസന്റ് ആണ്. കോളോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് സ്റ്റിക്കി സെൽസ് ആണ്. ഇവയുടെ ഉപയോഗം എന്ന് പറയുന്നത് പ്രേ ക്യാപ്ചറിങ് ആണ് ഇവ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്റ്റിക്കി സെൽസ് ആണ് കോളോബ്ലാസ്റ്റ് സെൽ എന്ന് പറയുന്നത്. അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ക്യാപ്ചറിങ്, പ്രേനെ ക്യാപ്ചറിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതുപോലെ ഈ കോളോബ്ലാസ്റ്റ് സെല്ല് പ്രസന്റ് ആയിട്ടുള്ള ടീനോഫോഴ്സിന്റെ ടെൻഡക്കിൾസിലാണ് പ്രസന്റ് ഓൺ ദ ടെൻഡക്കിൾസിലാണ് ടീനോഫോഴ്സിന്റെ കോളോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്ന സെൽസ് പ്രസന്റ് ആയിട്ടുള്ളത്. ടീനോഫോഴ്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബയോലൂമിനസെൻസ്. ഓക്കെ, ബയോലൂമിനസെൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ഇവിടെ ഓർക്കുക. ടീനോഫോറയിൽ കോളോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസ് പ്രസന്റ് ആയിരിക്കും. അതുപോലെ നിഡേറിയയിൽ ഈ പ്രേ ക്യാപ്ചറിങ് തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു സെൽസ് ഉണ്ട്. അതിൻ്റെ പേര് നിഡോബ്ലാസ്റ്റ് എന്നാണ്. അപ്പോൾ ടീനോഫോറയുടെ കോളോബ്ലാസ്റ്റും നിഡേറിയയുടെ നിഡോബ്ലാസ്റ്റും തമ്മിൽ മാറിപ്പോകരുത്. ടീനോഫോറയിൽ കോളോബ്ലാസ്റ്റ് സെൽസും നിഡേറിയയിൽ നിഡോബ്ലാസ്റ്റ് സെൽസുമാണ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് സെൽസിൻ്റെയും ഉപയോഗം സിമിലർ ആണ്. പ്രേ ക്യാപ്ചറിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബയോലൂമിനസെൻസിലോട്ട് വരാം. ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ടീനോഫോറയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറിൽ പെടുന്നതാണ് ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ബോഡിയിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ് ഈ ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു പ്രൊഡ്യൂസ് ലൈറ്റ്. ഈ കഴിവുള്ളത് കൊണ്ട് തന്നെ ചില ടീനോഫോഴ്സ് ഡാർക്ക് എൻവയോൺമെന്റിൽ ഗ്ലോ ചെയ്യുന്നത് പോലെ കാണാൻ കഴിയും. ഓക്കെ, അപ്പം ടീനോഫോഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് യുണീക്ക് ഫീച്ചറാണ് ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ലൈറ്റ്. ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ബോഡിയിൽ നിന്ന് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ് ഈ ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. അത് ഇവരെന്താണ്, ഒരു ഡാർക്ക് എൻവയോൺമെന്റിലായാലും ഈ ബയോലൂമിനസെൻസ് എന്ന് പറയുന്ന ഫിനോമിന ഉള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവര് ഗ്ലോ ചെയ്യുന്നത് പോലെ കാണാൻ കഴിയും. ഇനി ഇവരുടെ ന്യൂട്രീഷനിലോട്ട് വരാം. ന്യൂട്രീഷൻ, ടീനോഫോഴ്സ് എന്ന് പറയുന്നത് കാർണിവോറസ് ആനിമൽസ് ആണ്. കാർണിവോറസ് അതായത് ഇവര് ചെറിയ മറൈൻ ഓർഗാനിസത്തിനെയൊക്കെയാണ് ഇവര് ഫുഡാക്കുന്നത്. ഇവര് കാർണിവോർസ് ആണ്. ഇവരെന്താണ്, ചെറിയ മറൈൻ ആനിമൽസിനെയൊക്കെയാണ് ഇവര് ഫീഡ് ചെയ്യുന്നത്. അതുപോലെ ഇവർ 2 രീതിയിലുള്ള ഡൈജഷൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും. എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ്
സെൽസിന്റെ പുറത്തുള്ള ഡൈജസ്റ്റീവ് ക്യാവിറ്റിയിൽ വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് പാർട്ടിക്കിൾസ് സെൽസിന്റെ ഉള്ളിൽ എത്തിയതിനു ശേഷം അവിടെ വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇനി ടീനോഫോഴ്സിന്റെ റീപ്രൊഡക്ഷൻ നോക്കാം. ടീനോഫോഴ്സിൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. സെക്സസ് സെപ്പറേറ്റഡ് അല്ല, അതായത് മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഒരു ഇൻഡിവിജ്വലിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇവയെ വിളിക്കുന്ന പേരാണ് ഹെർമാഫോഡൈറ്റ്. ഹെർമാഫോഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരേ ഇൻഡിവിജ്വലിൽ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ഹെർമാഫോഡൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടത്തുന്നത്. ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ബോഡിക്ക് പുറത്ത് വെച്ചാണ് ഫ്യൂസ് ചെയ്യുന്നത്. അതായത് ടീനോഫോഴ്സിന്റെ എഗ്ഗും സ്പേമും വെള്ളത്തിൽ റിലീസ് ചെയ്യും. അവിടെ വെച്ചാണ് ഇവർ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. ഈ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് നേരിട്ട് ഒരു അഡൾട്ട് ടീനോഫോഴ്സ് ഉണ്ടാകില്ല. ഓക്കെ, ആദ്യം ഒരു ലാർവ സ്റ്റേജ് ഉണ്ടായിരിക്കും. ഈ ലാർവ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്താണ് അഡൾട്ട് ആനിമൽ ആകുന്നത്. ഓക്കെ, ടീനോഫോഴ്സിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് പ്ലൂറോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന എന്ന് പറയുന്നത്. ഈ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് റിമെമ്പർ. ടീനോപ്ലാന എന്ന് പറയുന്നത് ടീനോഫോറയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഇതുവരെ നോക്കിയ ടീനോഫോഴ്സിനെ കുറിച്ച് നോക്കിയ പോയിന്റ് എല്ലാം ഒന്നും കൂടി സമ്മറൈസ് ചെയ്യാം. ഇവരെന്താണ്? എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. റേഡിയൽ സിമട്രി ആണ് ഇവർക്കുള്ളത്. ഡിപ്ലോബ്ലാസ്റ്റിക് നേച്ചർ ആണ്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബോഡിയിൽ 8 rows ഓഫ് കോംബ് പ്ലേറ്റ്സ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്ന എന്തിനാണ്? പ്രേ ക്യാപ്ചർ ചെയ്യാനാണ്. പ്രേ ക്യാപ്ചർ ചെയ്യാൻ കോളോബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. ബോഡിയിൽ 8 rows ഓഫ് കോംബ് പ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് യുണീക്ക് ഫീച്ചറിൽ പെടുന്ന ഒന്നാണ് ബയോലൂമിനസെൻസ് എന്ന് പറയുന്നത്. ഇവർ കാർണിവോഴ്സ് ആണ്. ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് നടക്കുന്നത്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്, അതുകൊണ്ട് ഇവർ ഹെർമാഫോഡൈറ്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്ന പ്ലൂറോബ്രാക്കിയ ആൻഡ് ടീനോപ്ലാന എന്ന് പറയുന്നത്. ഇത്രയും പോയിട്ട് നന്നായി പഠിച്ചു വെച്ചാൽ ടീനോഫോറ വളരെ ഈസിയായി ഓർക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.